ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തം നിലക്കടലൊക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്പ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലക്ക എടുത്തിട്ടുണ്ട്. നിലക്കടലക്ക ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1/8 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരൻ്റെ ഒപ്പം തന്നെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ഒരു 1/4 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായി ഗീയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗീയോ അതല്ല നിങ്ങൾക്ക് ബട്ടറാണോ വേണ്ടത് അത് ചേർത്തോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഈ കടല നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ നല്ല രീതിക്ക് ചൂടായതിന് ശേഷം നമ്മൾ നിലക്കടലൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് നിലക്കടലൊക്കെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രെഡിന് നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലക്കടലക്കൻ്റെ തൊലി കളയാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് നിലക്കടലക്ക റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് ഈ കടലക്ക മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചൂടോടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കടലക്ക മാറ്റി കൊടുക്കുന്നത്. ഇതിലോട്ടേക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു പ്ലാസ്റ്റിക് ഗ്ലൗസ് എടുത്ത് കൈമിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ നിലക്കടലക്കൻ്റെ തൊലി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഇല്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഞാനിത് നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഒരു ഗ്ലൗസ് ഇട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മൾ തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട്. അതിന് ഇതുപോലെ നല്ല രീതിക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഈ കടലക്ക ചേർത്ത് കൊടുക്കുക. കടലക്കൻ്റെ എല്ലാ തൊലിയും പോകണമെന്നൊന്നും ഇല്ല കേട്ടോ, ഏകദേശം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഈ മിക്സിയിലോട്ടേക്ക് നമ്മൾ കടലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടലക്കൻ്റെ ഒപ്പം തന്നെ 1/8 കപ്പിൽ നമ്മൾ എടുത്ത് വെച്ച്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൊക്കോ പൗഡറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ 3 ചേരുവകൾ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നല്ല രീതിക്ക് ഇത് കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചേരുവകളും ഗീയും ഒക്കെ കൂടി യോജിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ, ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിക്കുന്നുണ്ട്. ആദ്യം 1/4 കപ്പിൻ്റെ പകുതി മാത്രം ഒഴിച്ച് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ബാക്കിയുള്ള ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള സ്പ്രെഡ് റെഡി ആയി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയമൊക്കെ ഇങ്ങനത്തെ ഒരു സ്പ്രെഡ് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച് അവർക്ക് ഇതുപോലെ ഒരു ബ്രെഡിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണയിലും നെയ്യിലൊക്കെ പൊരിച്ച കടികളൊക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള ഹെൽത്തി സാധനങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി സ്പ്രെഡാണല്ലേ. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.